റിപ്പോർട്ടർ ചാനലിലെ പല പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തന രീതി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതിനോടകം തന്നെ പല പഴിയും അവർ കേൾക്കേണ്ടി വന്നു. എന്തിനധികം പറയുന്നു, ട്രീ കട്ടർ ചാനൽ എന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ട്രോളുകൾ വരുന്നത്. അതിന് കാരണമാകുന്നത് അതിൻ്റെ ചാനൽ മേധാവിയായ ആൻഡോ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും ഡോക്ടർ അരുൺ കുമാർ എന്ന വ്യക്തി, അതായത് റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ സംഭാഷണത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിനെ അധിക്ഷേപിച്ചു കൊണ്ടുവന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ വാക്കുകൾ, അതായത് അദ്ദേഹം കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അരുൺകുമാറിൻ്റെ സ്നേഹമോ അല്ലെങ്കിൽ വാത്സല്യമോ ഒന്നും ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ട. റിപ്പോർട്ടർ ചാനൽ എടുക്കുന്ന നിലപാട് എങ്ങനെയാണ് എന്നുള്ളത് ഓരോ ദിവസവും വീക്ഷിച്ചു വരികയാണ്. തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി അവർ ചെയ്യുന്ന രീതികൾ ഇതിനോടകം തന്നെ KPCC അധ്യക്ഷനായ K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അരുൺകുമാറും സംഘവും വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതല്ല യൂത്ത് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയിലെ തെറ്റുകൾ തിരുത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ നിങ്ങളുടെ പരിപാടിയുമായി മുന്നോട്ട് പോവുക. നിങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന രീതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവലംബിച്ചിരിക്കുന്നത്. ദിവ്യ S. അയ്യർ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ KK രാഗേഷിനെ പുകഴ്ത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തെ എല്ലാ രീതിയിലും അംഗീകരിക്കണമെന്ന രീതിയിലാണ് അരുൺകുമാർ പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ അത്തരത്തിലുള്ള പരാമർശം വേണ്ട എന്ന് ഇടപെട്ടുകൊണ്ട് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അരുൺകുമാറും സംഘവും നേരത്തെ തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ ഒപ്പനയുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളെ ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അരുൺകുമാറിൽ ഈ ഒളിഞ്ഞു കിടക്കുന്ന ഈ സ്വഭാവ വൈകൃതം അത് വീണ്ടും വീണ്ടും മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടം തുറന്നടിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ടയിലേക്ക് കയറാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അതേസമയം ഇതേ രീതിയിൽ CPIM ആരെയെങ്കിലും അപമാനിക്കാനോ DYFIക്കാരെ അപമാനിക്കാനോ ആയിരുന്നു നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമല്ലോ അല്ലേ എന്ന് ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചാക്രമിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിടാനോ കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം എന്നുള്ള രീതിയാണോ എന്നുള്ളതാണ് തുറന്നടിച്ചത്. ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ആവതുണ്ട് എന്നും അത് പാലക്കാടുള്ള BJP മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണെന്നും കൃത്യമായി രാഹുൽ മാങ്കൂട്ടം തുറന്നടിച്ചിരിക്കുകയാണ്. ഏതായാലും അരുൺകുമാറിന് വീണ്ടും വയറ് നിറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ പൂട്ടുമോ എന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിൽ കണ്ടിരിക്കേണ്ടത്. ഏതായാലും വലിയ രീതിയിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും.